2025 ഓക്സ്ഫോർഡ് ഡിക്ഷണറി വേർഡ് ഓഫ് ദ ഇയർ ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട വാക്ക് റേജ് ബെയ്റ്റ് എന്ന് പറയുന്ന ഒരു ഇംഗ്ലീഷ് വാക്കാണ്. ആ വാക്ക് ഒരുപക്ഷെ നിങ്ങൾക്ക് വാക്കായിട്ട് പരിചയമില്ലായിരിക്കും. പക്ഷേ ഓരോ നിമിഷവും സോഷ്യൽ മീഡിയയിൽ ഇടപെടുന്ന നമ്മൾ ആ റേജ് ബെയ്റ്റിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. പ്രത്യേകിച്ചും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന കുറേയധികം എക്സാമ്പിളുകൾ ഈ റേജ് ബെയ്റ്റിന്റെ ഭാഗമായിട്ട് നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ചും നടി ആക്രമിക്കപ്പെട്ട കേസിന്റെ വിധി വന്നതിന് ശേഷം ആ പ്രമുഖ നടന്റെ സിനിമ റിലീസാവുന്നതിന് മുമ്പുള്ള ദിവസങ്ങളിലൊക്കെ തന്നെയും നമ്മൾ ഫോളോ ചെയ്യാത്ത, നമ്മളുമായിട്ട് യാതൊരുവിധ ഇന്ററാക്ഷൻ ഇല്ലാതിരുന്ന ഒരുപാട് പേജുകളിൽ നിന്ന് നമ്മളെ പ്രകോപിപ്പിക്കുന്ന, നമ്മളെ കൊണ്ട് ദേഷ്യം പിടിപ്പിച്ച് നമ്മളെ കൊണ്ട് കമന്റ് ചെയ്യിപ്പിക്കുന്ന നിരവധി കണ്ടന്റുകൾ നമ്മൾ കടന്നു പോകുന്നുണ്ടായിരുന്നു. ഇതിനെയാണ് റേജ് ബെയ്റ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്ന് വെച്ചാൽ നമ്മളെ ബോധപൂർവം പ്രകോപിപ്പിച്ച്, നമ്മളെ കൊണ്ട് പ്രതികരിപ്പിച്ച് അവർക്ക് ഒരു ഗുണകരമായിട്ടുള്ള രീതിയിലേക്ക് അതിനെ മാറ്റിയെടുക്കുക എന്നുള്ളതാണ്. ആ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നവർക്ക് ഒരു ഗുണകരമായിട്ട് മാറ്റിയെടുക്കുക എന്നുള്ളതാണ് ഈ പറയുന്ന റേജ് ബെയ്റ്റ് എന്ന് പറയുന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഏതുതരം സോഷ്യൽ മീഡിയ ആണെങ്കിലും, ഇപ്പോൾ ഫേസ്ബുക്ക് ആണെങ്കിലും ഇൻസ്റ്റാഗ്രാം ആണെങ്കിലും യൂട്യൂബ് ആണെങ്കിലും അതിന്റെ അൽഗോരിതം വർക്ക് ചെയ്യുന്നത് നമ്മൾ എത്രത്തോളം അതിൽ എൻഗേജ്ഡ് ആയിരിക്കുന്നു എന്നുള്ളതനുസരിച്ചാണ്. നമ്മുടെ എൻഗേജ്മെന്റ് കൂടുന്തോറും നമുക്ക് അതിന് ആ സെയിം കാറ്റഗറിയിലുള്ള കണ്ടന്റ്സ് നമുക്ക് കൂടുതൽ സജസ്റ്റ് ചെയ്യുകയും എൻഗേജ്മെന്റ് കൂടുതലുള്ള കണ്ടന്റുകൾ ഈ പറയുന്ന പ്ലാറ്റ്ഫോമുകൾ കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കുകയും ചെയ്യുക എന്നുള്ളത്, ആ രീതിയിലാണ് ഇതിന്റെ അൽഗോരിതം വർക്ക് ചെയ്യുന്നത്. ആ അൽഗോരിതത്തെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ് ഈ പറയുന്ന റേജ് ബെയ്റ്റുകാരുടെ ഉദ്ദേശം. എന്ന് വെച്ചാൽ നമ്മളെ ദേഷ്യം പിടിപ്പിക്കുകയോ നമ്മളെ മറ്റേതെങ്കിലും രീതിയിൽ ഇറിറ്റേറ്റ് ചെയ്യുകയോ ചെയ്ത് നമ്മളെ കൊണ്ട് അവിടെ ഒരു കമന്റ് ഇടിയിക്കുകയും നമ്മൾ അവിടെ പ്രതികരിച്ചില്ലെങ്കിൽ പോലും ഇന്ന ഒരു സാധനം നിങ്ങൾ കണ്ടില്ലേ എന്ന് പറഞ്ഞ് നമ്മൾ ആ കണ്ടന്റ് മറ്റൊരാളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയോ ഒക്കെ ചെയ്യുന്നതിലൂടെ അവർക്ക് റീച്ച് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഈ പറയുന്നതിൽ ഉദ്ദേശിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ നടന്റെയോ മറ്റ് ഉദാഹരണങ്ങളൊക്കെ നമ്മൾ നിരന്തരം ഫേസ് ചെയ്യുന്നതും അല്ലെങ്കിൽ അത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുന്നതുമായിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാകാത്ത ചില കാര്യങ്ങളും ഒക്കെ പലപ്പോഴും പല ആൾക്കാരും, നമ്മൾ പോലും പ്രതീക്ഷിക്കാത്ത ആൾക്കാരൊക്കെ ഈ സോഷ്യൽ മീഡിയയിൽ ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഈ അടുത്ത് ഇൻസ്റ്റാഗ്രാമിൽ ഞാനിങ്ങനെ സ്ക്രോൾ ചെയ്യുന്ന കൂട്ടത്തിൽ ഞാൻ കണ്ടതാണ്. വളരെ പ്രശസ്തനായ ഒരു മനുഷ്യൻ, ഇപ്പൊ ഒരുപാട് ഫോളോവേഴ്സ് ഒക്കെ ഉള്ള ഒരാള് ഒരു ഫോട്ടോയും അതിന്റെ താഴെ കുമാരനാശാന്റെ വളരെ പ്രശസ്തമായിട്ടുള്ള കവിതയും താഴെ എഴുതിയിട്ടുണ്ട്. എന്നിട്ട് അവസാനം എഴുതിയിട്ടുണ്ട് ഈ വള്ളത്തോളിന്റെ വളരെ പ്രശസ്തമായ വരികൾ എന്ന കുമാരനാശാന്റെ വരികൾക്ക് താഴെ എഴുതിയിട്ടുണ്ട്. ഇത് കണ്ടപ്പോൾ തന്നെ ഞാൻ അദ്ദേഹത്തിന് അവിടെ കമന്റ് ചെയ്തില്ല. ഒരുപാട് ആൾക്കാർ അത് വള്ളത്തോളല്ല കുമാരനാശാനാണെന്ന് ആ കമന്റിന്റെ താഴെ ആ പോസ്റ്റിന്റെ താഴെ കമന്റ് ചെയ്യുന്നുണ്ട്. ഞാൻ അദ്ദേഹത്തിന്റെ ഇൻബോക്സിൽ പോയിട്ട് അത് തെറ്റിപ്പോയെന്ന് തോന്നുന്നു, കുമാരനാശാൻ അല്ല, അത് വള്ളത്തോളാണ്. അപ്പൊ അദ്ദേഹം എനിക്ക് തന്ന മറുപടി അതെനിക്കറിയാം, അതെനിക്ക് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ വള്ളത്തോളെന്ന് എഴുതിയത്. കാരണം ആൾക്കാർ അവിടെ വന്നിട്ട് അത് ഈ പറഞ്ഞ ഞാൻ ആൾക്കാർ അവിടെ ചെയ്തുകൊണ്ടിരുന്ന ആ ഒരു തിരുത്തൽ ശരിക്കും അയാൾ അവിടെ വിറ്റ് കാശാക്കുകയാണ്. ഇതിനെ ശരിക്കും കോൺഫിഡന്റ് ഇൻകറക്റ്റ്നെസ് എന്ന് പറയുന്ന ഒരു സംഗതിയാണ്. എന്ന് വെച്ചാൽ നമ്മളെ കോൺഫിഡന്റ് ആയിട്ട് വളരെ തെറ്റായിട്ടുള്ള ഒരു കാര്യങ്ങൾ ഇട്ടുകൊടുക്കുകയും അതിന്റെ പ്രതികരണങ്ങളെ വിറ്റ് നമ്മൾ റീച്ച് കൂട്ടുകയും, ഇപ്പോൾ ഇന്നത്തെ കാലത്താണെങ്കിൽ അതിൽ നിന്ന് വരുമാനം പോലും ഉണ്ടാക്കാൻ കഴിയുന്ന രീതിയിലേക്ക് സോഷ്യൽ മീഡിയ മാറിയിട്ടുണ്ട്. അപ്പോൾ ആ വരുമാനം ഉണ്ടാക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പലപ്പോഴും ഈ അശാസ്ത്രീയമായിട്ടുള്ള ചികിത്സാ രീതികൾ പ്രോത്സാഹിപ്പിക്കുന്ന ആൾക്കാരൊക്കെ ഇത്തരം കണ്ടന്റുകളെ ഈ ഒരു രീതിയിൽ റേജ് ബെയ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ടൈറ്റിലുകളൊക്കെ ഇട്ട് പോസ്റ്റ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. ഇപ്പം ഉദാഹരണത്തിന് ഞാൻ നാളെ ഒരു പോസ്റ്റ് ഇടുകയാണ്, നിങ്ങൾ ചായ ഇടുമ്പോൾ അതിൽ കുറച്ച് ഒരു ഉപ്പ് കൂടെ ഇട്ട് കുടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആരോഗ്യം കൂടുതൽ വർദ്ധിക്കും, അല്ലെങ്കിൽ മറ്റ് കൊളസ്ട്രോൾ കുറയും എന്നൊക്കെ പറഞ്ഞ ഒരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്ത് ഇട്ട് കഴിഞ്ഞാൽ ഇത് അറിയുന്ന ആൾക്കാരെല്ലാവരും വന്നിട്ട്, ഇതിന് രണ്ട് പക്ഷം ഉണ്ടാവും തീർച്ചയായിട്ടും. ആ രണ്ട് പക്ഷക്കാരും വന്ന് അവിടെ കമന്റ് ചെയ്യുകയും ഇത് കൂടുതൽ ഷെയർ ചെയ്ത് കൊടുക്കുകയും ഇതൊരു മണ്ടത്തരമാണെന്ന് പറയുന്ന ആൾക്കാരായിരിക്കാം ചിലപ്പോൾ അവിടെ കൂടുതൽ. 99% മണ്ടത്തരമാണെന്ന് പറയുന്നവരായിരിക്കാം. പക്ഷേ ചായയിൽ ഉപ്പിട്ട് കുടിക്കുക എന്നുള്ളതല്ല ആ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്ത ആളിന്റെ ലക്ഷ്യം. ആ കണ്ടന്റിന് റീച്ച് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പൊ അവിടെയും ഈ പറഞ്ഞ സംഗതി തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഇത് ഒരു ആഗോള പ്രതിഭാസമാണ് എന്നുള്ളതാണ് ഓക്സ്ഫോർഡ് ഡിക്ഷണറി ഈ പറയുന്ന വാക്ക് സെലക്ട് ചെയ്തത് കൊണ്ട്
മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ കഴിഞ്ഞ വർഷം വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു നെറ്റ്ഫ്ലിക്സ് സീരീസ് ആണ് അഡോളസെൻസ്. അഡോളസെൻസ് സീരീസ് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയയുടെ ഇൻഫ്ലുവൻസ് ആണ്. ഇൻസ്റ്റാഗ്രാമിൽ ആൻഡ്രൂ ടെറ്റ് എന്നൊക്കെ പറയുന്ന വളരെ സ്ത്രീവിരുദ്ധമായിട്ടുള്ള, വളരെ പ്രതിലോമകരമായിട്ടുള്ള, ഒട്ടും ആധുനിക സമൂഹത്തിന് യോജിക്കാത്ത രീതിയിലുള്ള കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്യുന്ന ആൾക്കാരോട് പുതിയ തലമുറ എങ്ങനെ ആകർഷകരാകുന്നു, അതിൽ എങ്ങനെ എൻഗേജ്ഡ് ആവുന്നു എന്നൊക്കെയുള്ള കണ്ടന്റാണ് അഡോളസെൻസ് പറഞ്ഞത്. ഇപ്പോൾ കഴിഞ്ഞ വർഷം ഓക്സ്ഫോർഡ് ഡിക്ഷണറി സെലക്ട് ചെയ്ത വാക്കാണ്, വേർഡ് ഓഫ് ദി ഇയർ ആയിട്ട് സെലക്ട് ചെയ്ത വാക്കാണ് ബ്രെയിൻ റോട്ട് എന്ന് പറയുന്നത്. ജീർണിക്കുന്ന തലച്ചോറ്. അത് തലച്ചോറിന് എന്തെങ്കിലും ദോഷകരമായിട്ട് ബാധിക്കുന്ന സംഗതി അല്ല ശരിക്കും. പക്ഷെ നമുക്ക് ഒരു ഉപയോഗവും ഇല്ലാത്ത, യാതൊരു ഗുണവും ഇല്ലാത്ത കണ്ടന്റുകൾ നമ്മുടെ തലച്ചോറിലേക്ക് സോഷ്യൽ മീഡിയ വഴി നിരന്തരം കിട്ടുകയും നമ്മുടെ തലച്ചോറ് ഗുണകരമായിട്ടുള്ള ഏതെങ്കിലും ആവശ്യത്തിന് വേണ്ടിയിട്ട് ചിന്തിക്കാനോ പ്രവർത്തിക്കാനോ കഴിയാതെ വരുന്ന അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് ബ്രെയിൻ റോട്ട്. ബ്രെയിൻ റോട്ടും ഒരു ആഗോള പ്രതിഭാസം തന്നെ ആയിരുന്നു. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ഇപ്പോഴും നമ്മൾ സോഷ്യൽ മീഡിയയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അത്തരം നമുക്കൊരു ഉപയോഗം ഇല്ലാത്ത കണ്ടന്റുകൾ ഇതുപോലെ വരികയും നമ്മൾ അതിനോട് പ്രതികരിച്ചുകൊണ്ടിരിക്കുകയും അതിൽ എൻഗേജ്ഡ് ആയിരിക്കുകയും ചെയ്യുന്നത് നമ്മളെ തന്നെ നിരീക്ഷിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഈ റേജ് ബെയ്റ്റിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട ഉദാഹരണം, നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ഉദാഹരണം എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഓൺലൈൻ മാധ്യമങ്ങളെ ശ്രദ്ധിച്ചാൽ മതി. പ്രത്യേകിച്ച് യൂട്യൂബ് വഴി നടത്തപ്പെടുന്ന വാർത്താ ചാനലുകൾ എന്ന വ്യാജേന നടത്തപ്പെടുന്ന പല ചാനലുകളെയും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവരുടെ പ്രധാന അജണ്ട തന്നെ ഈ പറയുന്ന നമ്മുടെ ഇമോഷൻസിനെ ഹർട്ട് ചെയ്യുക, അതിനെ ഇറിറ്റേറ്റ് ചെയ്ത് അതിനെ നമ്മളെ കൊണ്ട് പ്രതികരിപ്പിച്ച് അവർക്ക് റീച്ച് ഉണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ്. അതുപോലെ തന്നെ സോഷ്യൽ മീഡിയകൾ, ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെ നമ്മൾ കാണുന്ന പല കണ്ടന്റുകളും സ്ക്രിപ്റ്റഡ് ഡ്രാമാസ് ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള സംഗതികൾ, ഇപ്പോൾ വളരെ സോഷ്യലി കമ്മിറ്റഡ് ആയിട്ടുള്ള സംഗതികൾ, അല്ലെങ്കിൽ നമ്മളെ ഇറിറ്റേറ്റ് ചെയ്യുന്ന ജാതീയമായിട്ടോ മറ്റ് ഏതെങ്കിലും ലിംഗപരമായിട്ടോ ഒക്കെ പലപ്പോഴും നമ്മളെ ഇറിറ്റേറ്റ് ചെയ്യുന്ന കണ്ടന്റുകൾ അത് പലപ്പോഴും സ്ക്രിപ്റ്റഡ് ആയിട്ട് ചെയ്യുകയും എന്നിട്ട് അതൊരു നമ്മളെ അത് എൻഗേജ് ചെയ്യിപ്പിച്ച് കാണിപ്പിച്ച് നമ്മളതിനെ കൊണ്ട് പ്രതികരിപ്പിക്കുക എന്നുള്ളതാണ്. അതും ഈ പറയുന്ന റേജ് ബെയ്റ്റിന്റെ ഉദാഹരണങ്ങളിൽ പെടുന്നതാണ്. അപ്പൊ നമുക്ക് എങ്ങനെ ഇത്തരം കാര്യങ്ങളെ പ്രതിരോധിക്കാം? സോഷ്യൽ മീഡിയയിൽ നമ്മൾ നിരന്തരം ഇടപെടുന്ന ഒരാളെന്ന നിലയിൽ നമ്മൾ പലപ്പോഴും ഇതിനോടൊക്കെ എക്സ്പോസ്ഡ് ആയി പോവുക എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷെ നമ്മൾക്ക് അതിനെ പ്രതിരോധിച്ചേ മതിയാവുള്ളൂ. പ്രതിരോധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇത്തരം കണ്ടന്റുകൾ കണ്ടാൽ തിരിച്ചറിയുക എന്നുള്ളതാണ്. ഇത് നമ്മളെ പ്രകോപിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്, നമ്മളുടെ പ്രതികരണത്തിന് വേണ്ടി തന്നെയാണ് ഇത്തരം കണ്ടന്റുകൾ വരുന്നത് എന്ന് തിരിച്ചറിഞ്ഞ് അതിനെ പൂർണ്ണമായും അവഗണിക്കുക എന്നുള്ളതാണ് ഇതിനെയൊക്കെ പ്രതിരോധിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം. മറ്റൊന്ന്, നമുക്ക് ഇൻട്രസ്റ്റ് ഇല്ല, നമുക്ക് ഇങ്ങനെ ഒരു കണ്ടന്റ് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഫോളോ ചെയ്യാത്ത, നമുക്കൊരു യൂസ്ഫുൾ ഇല്ലാത്ത ചില പേജുകളിൽ നിന്നാണ് വരുന്നതെങ്കിൽ അതിനുള്ളൊരു ഓപ്ഷൻ അവർ നമുക്ക് തന്നിട്ടുണ്ട്. നോട്ട് ഇൻട്രസ്റ്റഡ് എന്നോ അല്ലെങ്കിൽ അൺഫോളോ ചെയ്യാനുള്ളതോ അല്ലെങ്കിൽ ബ്ലോക്ക് ചെയ്യാനുള്ളതോ ആയിട്ടുള്ള ഓപ്ഷൻസ് സോഷ്യൽ മീഡിയയിൽ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ അത്തരം ഓപ്ഷൻസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു 2-3 വട്ടം ഒരു പേജിനെ തന്നെ അതിന്റെ കണ്ടന്റ് നോട്ട് ഇൻട്രസ്റ്റഡ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ടൈം ലൈനിൽ അത്തരം കണ്ടന്റുകൾ വരില്ല എന്നുള്ളതാണ് സത്യം. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മൾ ആർക്കും അത് ഷെയർ ചെയ്ത് കൊടുക്കാതിരിക്കുക. അതിന്റെ അടിയിൽ പോയി നമ്മൾ ഇടുന്ന ഒരു കമന്റ് തന്നെ ചിലപ്പോൾ ഇത് നമ്മളെ ഫോളോ ചെയ്യുന്ന ചിലപ്പോൾ 1000-ഓ 10,000-ഓ അല്ലെങ്കിൽ ചിലപ്പോൾ ലക്ഷക്കണക്കിന് ഫോളോവേഴ്സ് ഉള്ളതാണ്, അത്രയും പേരിലേക്ക് എക്സ്ട്രാ എത്തുന്നുണ്ട് എന്ന് തിരിച്ചറിയുക. അപ്പൊ ഇത്തരം കണ്ടന്റുകൾ മറ്റുള്ളവരിലേക്ക് എത്താതിരിക്കാൻ വേണ്ടിയുള്ള ഏറ്റവും വലിയ പ്രതിരോധം എന്ന് പറയുന്നത് നമ്മൾ അതിനെ അവിടെ വെച്ച് അവഗണിക്കുക എന്നുള്ളത് തന്നെയാണ്. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി പ്രസ് എല്ലാ വർഷവും ഡിസംബർ ആദ്യ വാരമാണ് ഈ പറയുന്ന വേർഡ് ഓഫ് ദ ഇയർ സെലക്ട് ചെയ്യുന്നത്. ഒരുപാട് പേരിൽ നിന്ന് വോട്ടെടുപ്പിലൂടെയാണ് ഇങ്ങനെ ഒരു സംരംഭം അവർ നടത്തുന്നത്. ഈ വർഷം ഈ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയുടെ വോട്ടെടുപ്പിൽ അവസാനം എന്ന് ഈ പറഞ്ഞ റേജ് ഒപ്പത്തിനൊപ്പം നിന്ന മറ്റൊരു വാക്കാണ് ഓറ ഫാമിംഗ് എന്ന് പറയുന്നത്. ഓറ എന്ന് വെച്ചാൽ നമ്മൾ എന്തോ വലിയ സംഭവമാണ് എന്ന് സ്വയം മറ്റുള്ളവരെ വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു ഇമേജ് ക്രിയേഷൻ. ഇത് കുറെ കാലമായിട്ട് നമുക്ക് സോഷ്യൽ മീഡിയയിൽ ഇടപെടുന്ന ആൾക്കാർക്ക് അറിയാവുന്ന ഒരു സംഗതിയായിരിക്കും. നമ്മുടെ ഇല്ലാത്ത ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്തത് അതാണ് നമ്മൾ എന്ന് വിശ്വസിപ്പിക്കുന്നത്. തെറ്റായിട്ടുള്ള ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്യുന്നതിന് പറയുന്ന പേരാണ് ഓറ ഫാമിംഗ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ വാക്ക് ബയോ ഹാക്ക് എന്ന് പറയുന്നതാണ്. അത് നമ്മൾ ഇപ്പോൾ ഈ പറയുന്ന ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ വളരെ സയന്റിഫിക് ആയിട്ടോ അല്ലാതെയോ അൺസയന്റിഫിക് ആയിട്ടോ
നമ്മുടെ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ഒക്കെ ആരോഗ്യം സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പല പല ടിപ്പുകൾ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് കൂടുതൽ എൻഗേജ്ഡ് ആയിട്ടിരിക്കുന്ന കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്യുന്നതിന് പറയുന്നതാണ് ബയോ ഹാക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി പ്രസ് മാത്രമല്ല, മറ്റ് പല സ്ഥാപനങ്ങളും ഇൻസ്റ്റിറ്റ്യൂഷൻസും ഇതുപോലെ വേർഡ് ഓഫ് ദ ഇയർ സെലക്ട് ചെയ്യാറുണ്ട്. കഴിഞ്ഞ വർഷമാണോ അതിന് മുമ്പത്തെ വർഷമാണോ എന്ന് അറിയില്ല. ഇപ്പോൾ മലയാളത്തിലെ ചില മാധ്യമങ്ങളും അത്തരം വാക്കുകളൊക്കെ സെലക്ട് ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും. മാപ്ര എന്ന് പറയുന്ന വാക്ക് ഒരു വർഷം മലയാളത്തിലെ ഒരു മാധ്യമം വേർഡ് ഓഫ് ദ ഇയർ ആയിട്ട് സെലക്ട് ചെയ്യപ്പെട്ടതും ഒക്കെ ഈ സന്ദർഭത്തിൽ ഓർക്കാം. അതുപോലെ കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി ഈ വർഷത്തെ 2025 വേർഡ് ഓഫ് ദ ഇയർ ആയിട്ട് സെലക്ട് ചെയ്തത് പാരാസോഷ്യൽ എന്ന് പറയുന്ന വാക്കിനെയാണ്. ഈ പാരാസോഷ്യൽ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഉള്ള കണ്ടന്റ് ക്രിയേറ്റേഴ്സിനോടും ഇൻഫ്ലുവൻസേഴ്സിനോടും ഒക്കെ അത് നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് തോന്നുന്ന അമിതമായിട്ടുള്ള ആരാധന അല്ലെങ്കിൽ ഏകപക്ഷീയമായിട്ടുള്ള ഒരു തരം ഇൻഫാക്ച്വേഷൻ, അതിനൊക്കെ പറയുന്ന പേരാണ് പാരാസോഷ്യൽ എന്ന് പറയുന്നത്. അതുപോലെ മറിയം വെബ്സ്റ്റർ ഇതുപോലെ ഒരു വാക്ക് ഈ വർഷം സെലക്ട് ചെയ്തിട്ടുണ്ട്. അത് സ്ലോപ്പ് എന്ന വാക്കാണ്. സ്ലോപ്പ് എന്ന് വെച്ചാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് AI ഉപയോഗിച്ച്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് വളരെ ഗുണനിലവാരമില്ലാത്ത വീഡിയോസും മറ്റ് കണ്ടന്റുകളും ഒക്കെ ക്രിയേറ്റ് ചെയ്ത് നമ്മളെ വെറുപ്പിക്കുന്നതിന് പറയുന്ന പേരാണ് സ്ലോപ്പ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ലോകത്തുള്ള നിരവധി വാർത്താമാധ്യമങ്ങളും മറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇതുപോലുള്ള വാക്കുകളൊക്കെ വർഷം തോറും സെലക്ട് ചെയ്യുന്നുണ്ട്. എന്താണെങ്കിലും ആദ്യം പറഞ്ഞ റേജ് ബെയ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഓരോരുത്തരെയും നിരന്തരം ബാധിച്ചുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൊക്കെ ആക്റ്റീവായിരിക്കുന്ന ഓരോരുത്തരും നിരന്തരം കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ്. അതിനെ നമ്മൾ പ്രതിരോധിക്കുക എന്നുള്ളത് വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. എന്തായാലും ആ വാക്ക് സെലക്ട് ചെയ്ത ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിക്കും അതിൻ്റെ ഞങ്ങളുടെ അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോയിൽ നിന്ന് വിടവാങ്ങുന്നു. അടുത്ത ലേഖനത്തിൽ വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടുകൂടി